ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എത്രയെത്രയോ മഹാത്മാക്കൾ, എത്രയെത്രയോ ശാസ്ത്രങ്ങൾ നമുക്ക് വേണ്ടി രചിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കാൻ പറ്റുന്ന അറിവുകൾ ഈ ശാസ്ത്രങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഓരോരുത്തരും ഓരോ തരത്തിലാണ്. ചിലർ ലളിതമായി, ചിലർ വളരെ കഠിനമായ രീതിയിൽ, ചിലർ സാഹിത്യരൂപത്തിൽ, ചിലർ കവിതാരൂപത്തിൽ, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഓരോ വ്യക്തികൾക്കും അവനവന് രുചിച്ചതായ രീതിയിലൂടെ സത്യത്തിൽ എത്തിച്ചേരാനുള്ള അറിവ് സമ്പാദിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ അറിവാണ് അതിലൂടെ എല്ലാം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം കൂടെ പഠിക്കാൻ നമുക്ക് കാലമുണ്ടോ? ആയുസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം പഠിക്കേണ്ട, നമുക്ക് യോജിച്ചതായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് തനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതെന്ന് തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ അതിൻ്റെ സാരം മാത്രം നമ്മൾ ഗ്രഹിക്കണം. അതിനെ നമുക്കിവിടെ ആയുസ് ഉള്ളൂ. അതിനാൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കേണ്ടത് നാം തന്നെയാണ്. അത് മറ്റൊരാൾക്കും സാധ്യമല്ല. ഗുരു മാർഗദർശനം കാട്ടിത്തരും. മാർഗം കാണിക്കുന്നത് ആളെയാണ് ആചാര്യൻ എന്ന് നാം പറയുന്നത്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലം ബഹവശ്ച വിഘ്നോ യസ്സാരഭൂതം തതുപാസതവ്യം ഹംസോ യഥാ ക്ഷീരമിവാംബുമിശ്രം. എപ്രകാരമാണ് നാം ശാസ്ത്രജ്ഞാനം ഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ സാരം ഗ്രഹിക്കേണ്ടത് എന്ന് ഒരു ഉദാഹരണ സഹിതം നമുക്ക് വിവരിച്ചു തരികയാണ്. വെള്ളവും പാലും കൂടെ വെച്ചു കൊടുത്താൽ അരയന്നം ആ വെള്ളത്തെ ഒഴിവാക്കിക്കൊണ്ട് പാല് മാത്രം സ്വീകരിക്കുന്നു. അപ്രകാരം അനന്തമായ ശാസ്ത്രത്തിൽ നിന്ന് അതിൻ്റെ സാരമെന്തെന്ന് ഗ്രഹിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികം ആക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ശാസ്ത്രങ്ങൾ അനന്തമാണ്. മനസ്സിലാക്കേണ്ടതും അനവധിയാണ്. ശാസ്ത്രങ്ങൾ അനവധിയാണ്, മനസ്സിലാക്കേണ്ടതും കുറേയുണ്ട്. അതാണ് അനന്തശാസ്ത്രം ബഹുവേദിതവ്യം. ആ അനന്തമായ ശാസ്ത്രത്തിൽ മനസ്സിലാക്കേണ്ടത് വളരെയധികം ഉണ്ട്. അതിനൊക്കെ കൂടി അല്പശ്ച കാലം ബഹുവശ്ച വിഘ്ന. കാലം നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ അനവധി തടസ്സങ്ങളുമുണ്ട്. അല്പശ്ച കാലം, കാലം വളരെ കുറച്ചേ ഉള്ളൂ. വിഘ്നങ്ങൾ വളരെ അധികവുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ്? അതിനാൽ യസ്സാരഭൂതം, അതിൻ്റെ സാരത്തെ മാത്രം ഗ്രഹിച്ച് അസാരമായതിനെ തള്ളിക്കളയണം. യസ്സാരഭൂതം തതുപാസതവ്യം, അതിൻ്റെ സാരം മാത്രം മനസ്സിലാക്കി അത് ഉപാസിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കണം എന്നാണ്. ഏതുപോലെ പാലും വെള്ളവും കൊടുത്താൽ യസ്സാരഭൂതം തതുപാസതവ്യം, അതിൻ്റെ സാരത്തെ മാത്രം ഉൾക്കൊണ്ട് അത് ഉപാസനയിൽ വരുത്തുക, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കുക. ഏതുപോലെ ഹംസോ യഥാ ക്ഷീരമിവാംബുമിശ്രം. ഏതുപോലെയാണ്? ഹംസോ യഥാ ക്ഷീരമിവാംബു. അരയന്നം വെള്ളം
ഉള്ള പാല് കൊടുത്താൽ, പാലെന്നത് തന്നെ വെള്ളമാണ്, എന്നാൽ പാല് കൊടുത്താൽ അരയന്നം ആ പാലിലെ ജലാംശം നീക്കിക്കളഞ്ഞ് ആ പാല് മാത്രം സ്വീകരിക്കുന്നു. അതുപോലെ നമ്മൾ അനന്തമായ ശാസ്ത്രത്തിൽ വളരെ കുറച്ച് മാത്രമേ അതിൻ്റെ സാരമായിട്ടുള്ളൂ. ആ സാരത്തെ നമ്മൾ സ്വീകരിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കണം. പ്രായോഗികം ആക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിത്തീരുന്നത്. ജീവിതം ധന്യമാക്കി തീർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതാണ് ഋഷി ഇണം എന്ന് പറയുന്നത്. ഋഷിമാരോടുള്ള കടം നമ്മൾ വീട്ടണം. അവരുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കി തീർക്കലാണ് ഋഷിമാരോട് ചെയ്യുന്ന കടം വീട്ടൽ. അവർ നമുക്ക് വേണ്ടിയാണ് ശാസ്ത്രങ്ങളെല്ലാം എഴുതപ്പെട്ടതും പറയപ്പെട്ടതുമെല്ലാം. അത് നാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കി തീർക്കേണ്ടതാണ്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലേ ബഹവശ്ച വിഘ്നാം യത് സാരഭൂതം തദുപാസതവ്യം ഹംസോ യഥാ ക്ഷീരമിവാംബുമിശ്രം.